ദിവസം വൈകുന്നേരം റോഡിലെ ട്രാഫിക്കിനിടയിലൂടെ കയ്യിലൊരു കെട്ട് ലോട്ടറിയുമായി തിരക്കിട്ടു പോകുന്ന കണ്ട ഒരു കുഞ്ഞുമുഖം അന്വേഷിച്ചാണ് ഈ യാത്ര. പോത്തൻകോട് റോഡിൽ നിന്നുള്ളിലേക്ക് കയറി ഒരു കുഞ്ഞു വാടക വീട്. നമ്മൾ തിരഞ്ഞെത്തിയ ആ മുഖം ഇവിടെയുണ്ട്. ഗോഡ്വിൻ. 3 കൊല്ലം മുൻപ് പിതാവ് മരിച്ചപ്പോൾ മുതൽ വയ്യാത്ത അമ്മയ്ക്ക് സഹായമായി ലോട്ടറി കച്ചവടത്തിനിറങ്ങിയതാണ് ഗോഡ്വിനും. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം 4:30 തൊട്ട് 6:45, 7 മണി വരെ ലോട്ടറി കച്ചവടം, പിന്നെ വന്നിരുന്ന് പഠിക്കും. പോത്തൻകോട് കാട്ടായിക്കോണം ജംഗ്ഷനിലെ തിരക്കിനിടയിലേക്ക് നടന്നു നീങ്ങുന്ന ഗോഡ്വിന്റെ മുഖത്ത് നിറയെ പ്രതീക്ഷകളാകും. ഇരുട്ട് വീണ് തുടങ്ങിയാലും കയ്യിലുള്ള ടിക്കറ്റുകൾ വിറ്റുതീർക്കാതെ മടങ്ങിപ്പോകാനാകില്ല. ഒരു ടിക്കറ്റിന് 7 രൂപ മാത്രമാണ് ലാഭം കിട്ടുക. എനിക്ക് സന്തോഷമാണ്. എൻ്റെ അമ്മ സഹായിക്കാനാണ് ചെയ്യുന്നത്. അത് വേറെ ഒരു തെറ്റുമില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഗോഡ്വിന്റെ കൊച്ചു വീട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ അവൻ്റെ സന്തോഷങ്ങളിലേക്കുള്ള താക്കോലുമായാണ് യാത്ര. മാതൃഭൂമി ന്യൂസ് വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗോഡ്വിനെയും കുടുംബത്തെയും നേരിട്ട് കാണാനെത്തിയതാണ് മന്ത്രി GR അനിൽ. വസ്തു വാങ്ങി വീട് വെച്ചു നൽകുമെന്നും 2 കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി വാഗ്ദാനം നൽകി. ഒപ്പം അമ്മ ബിജിക്ക് കുടുംബശ്രീ വഴി ജോലി നൽകാനും തീരുമാനിച്ചു. മാതൃഭൂമി വാർത്തയാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഭക്ഷണം, ചികിത്സ സൗജന്യം ഉറപ്പാണ്. രണ്ടാമത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറാണ്. ഈ പുതിയ വസ്തു കണ്ടെത്തി വീടുണ്ടാകുന്നത് വരെ അവരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. റേഷൻ കാർഡ് പോലുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഗോഡ്വിനും കുടുംബത്തിനും പുത്തൻ റേഷൻ കാർഡ് സമ്മാനിച്ച് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ഗോഡ്വിന്റെ കഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ നമ്മളും ആഗ്രഹിച്ചത് ഇതാണ്. ഇന്നിതാ അവൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോവുകയാണ്. അവനും ആ കൊച്ചു കുടുംബത്തിനും ഒരു വീടൊരുങ്ങാൻ പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ താങ്ങായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി GR അനിൽ തന്നെ നേരിട്ടെത്തി വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഇതുപോലെ മാതൃഭൂമി ന്യൂസ് ഉണ്ടാവും എല്ലായിടത്തും, എപ്പോഴും, എല്ലാവരെയും ചേർത്ത് നിർത്തി.